Hello guys, welcome back to another reaction video. 2024 എല്ലാവർക്കും പുതുവത്സരങ്ങൾ നടന്നുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ മൂവി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലക്കോട്ടെ വാലിബിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു സെക്കൻഡ് ടീസർ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദളപതി വിജയ് നെക്സ്റ്റ് മൂവിയായ വെങ്കിട്ട് പ്രഭു മൂവിയായ ഗോട്ട് അതിൻ്റെ ഒരു പോസ്റ്ററും റിലീസ് ആയി. അപ്പോൾ ഇത് രണ്ടും നമുക്ക് റിയാക്ട് ചെയ്തിട്ട് വേഗം വരാം. മലക്കോട്ടെ വാലിബിൽ നിന്ന് തുടങ്ങാം. മലക്കോട്ടെ വാലിബൻ മനോരമ ഓൺലൈനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 30 സെക്കൻഡ് ഉള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം മനോരമ ഓൺലൈൻ്റെ ടീസറായ മലക്കോട്ടെ വാലിബൻ. മാക്സ് ലാബ്, സരിക്കമ്മ, അകത്ത് ദേവി, അപ്പുറത്ത് വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ നെക്സ്റ്റ് ടീച്ചർ ഇതാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറഞ്ഞേ പറ്റൂ. ഇതൊരു ഒടിയൻ്റെ ചായ അടിച്ചു. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരു ഒടിയൻ ചായ രണ്ടെണ്ണം ഗംഭീര സാധനം നമുക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. റാക്കും ലിറിക്കൽ വീഡിയോയും പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് ടീസർ. അതൊക്കെ ഗംഭീര സാധനം വരുന്നുണ്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു വാലിബിൽ നിന്ന് നമുക്ക് തന്നിട്ട്. ഇതെനിക്ക് എന്തോ ഒരു 30 സെക്കൻഡേ ഉള്ളൂ, അതിലൊന്നുമില്ല, എന്തോ ഒരു നാടകം പോലെ എനിക്ക് തോന്നിയത്. എന്തായാലും നമ്മൾ ടീസർ കണ്ടിട്ടു അങ്ങനെ എല്ലാം ഒന്ന് നോക്കി കഴിഞ്ഞാൽ എൽ ജെ പി ആണ് നമ്മുടെ പ്രതീക്ഷ. അതേപോലെ ലാലേട്ടനും, അത് രണ്ടുപേർക്കും ഒന്നിക്കുക പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഇല്ലാണ്ട് ആ ഫാൻ ബോയ് എന്തായാലും എടുത്ത് വെക്കില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ ടീസർ കണ്ടിട്ടൊന്നും നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ ടീസറിൽ എന്ന് തോന്നുന്നു എനിക്ക് രണ്ടാമത്തെ ടീസർ ഇഷ്ടപ്പെട്ടില്ല. അത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് കാണാൻ പോകുന്നത് ഗോട്ട്, ദളപതി വിജയുടെ നെക്സ്റ്റ് മൂവി, വെങ്കിട്ട് പ്രഭുവിൻ്റെ മൂവി. അതിൻ്റെ പോസ്റ്റർ റിലീസായിട്ട് അതിൻ്റെ റിയാക്ഷൻ പോസ്റ്ററുണ്ട്. അപ്പോൾ ദളപതി 68 ടൈറ്റിൽ ഗോട്ടിൻ്റെ പോസ്റ്റർ ഇതാണ്. അപ്പോൾ ഇതാണ് പോസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ വീണ്ടും ഡബിൾ ആക്ഷൻ അല്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. ഡബിൾ ആക്ഷനേക്കാൾ ഇതൊരു ടൈം ട്രാവൽ ഫിലിം ആയതുകൊണ്ട് രണ്ട് ടൈമിലുള്ള, അതായത് ഏജ്ഡ് വേർഷനും പിന്നെ ഏജ് ആവാത്തൊരു വേർഷനുമായിട്ടുള്ള വിജയമായിരിക്കും, അല്ലാതെ ഡബിൾ ആക്ഷൻ അല്ല. നമുക്ക് ഇൻറ്റർസ്റ്റെല്ലാറിലൊക്കെ കണ്ട പോലെ ഒരു ടൈം ട്രാവലിംഗ് ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. പാരച്യൂട്ടിൽ ഇറങ്ങിയതാണ്, രണ്ടുപേരും മുതൽ പാരച്യൂട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ജെറ്റൊക്കെ പറത്തുന്നൊരു പൈലറ്റിൻ്റെ ഒരു മോഡലാണ്. ഏജ്ഡ് ആയിട്ടുള്ള വിജയുടെ പീസ് കാണുന്നത് ബീസ്റ്റിൽ നമ്മൾ ലാസ്റ്റ് ജെറ്റ് പറത്തില്ലേ പാകിസ്ഥാനിൽ പോയി ബോംബിടെ, ആ സംഭവത്തിൻ്റെ ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തു. ഇതിപ്പോഴത്തെ ചെറുപ്പക്കാരൻ അതേ ഇതിലുള്ള യൂണിഫോമിൽ അതായത് ടൈം ട്രാവലിംഗ് ആണ്. നമ്മുടെ വെങ്കിട്ട് പ്രഭുവിൻ്റെ അടുത്ത മാനാടുകായിട്ടുള്ള അടുത്ത ടൈം ട്രാവലർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വെങ്കിട്ട് പ്രഭുവിൻ്റെ ലാസ്റ്റ് ഫിലിമൊക്കെ ഫ്ലോപ്പായിരുന്നു. പക്ഷേ എന്തായാലും ദളപതി വെറുതെ അങ്ങ് പോയിട്ട് ഏറ്റെടുക്കുകയൊന്നുമില്ല. ഈ പോസ്റ്റർ നമുക്ക് അടുത്ത പ്രതീക്ഷ എന്തോ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ആളെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ പിടിക്കും. എന്തായാലും പക്ഷേ വിജയിൻ്റെ ടച്ച് വിട്ടിട്ടുള്ളൊരു മൂവി വിജയ് ചെയ്യുന്ന പ്രതീക്ഷയുള്ള നിങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കമൻറ്റിൽ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഒന്ന് മലക്കോട്ടെ വാലിബൻ്റെ ടീസറും അതോടൊപ്പം തന്നെ നമ്മുടെ ദളപതി 68 ഒരു പോസ്റ്റർ റിലീസും. ഇത് രണ്ടും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ ഗൈസ്.